വിബ്ജിയോർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ 20ാമത് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്വാഗതം. കമ്മ്യൂണിറ്റി റേഡിയോ തൃശ്ശൂരിൽ വീണ്ടും വിബ്ജിയോർ ഓണമില്ല് IMA-യുടെ 20ാമത് സംസ്ഥാന കലോത്സവം ആതിഥേയത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂര്. നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്തത് IMA-യുടെ വൈസ് പ്രസിഡന്റ് ആണ്, കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറുമാണ് ഡോക്ടർ സുദർശൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. സ്വാഗതം സർ. അങ്ങനെ നിങ്ങളുടെ ഒരു വർഷത്തെ ഒരുക്കാണ് ഇന്നിപ്പോ നമ്മുടെ ഈ ഒരു ഫൈനലിലേക്ക്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ സാർ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? എല്ലാവരും വിചാരിക്കുന്ന ഡോക്ടർമാരെ ഒരു 4 ജോലികൾക്കുള്ളിൽ ഇരുന്ന് പോയറ്റിൻസിനെ മാത്രം കാണുന്നത്. ഞങ്ങളിലുണ്ടല്ലേ കലാവാസനകൾ ധാരാളമായിട്ടുണ്ട്. അത് മുരടിച്ചു പോകാതിരിക്കാൻ ഞങ്ങൾ തന്നെ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട്, ഡാൻസ്, കുത്തുകള്, ഫിലിം, ഷോർട്ട് ഫിലിംസ്, അങ്ങനെ എല്ലാമായിട്ട്. അപ്പൊ അതെല്ലാം ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഇലക്ഷൻ ഇത് കഴിഞ്ഞു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരെയാണ്. കാരണം ഒരുപാട് പേര് പ്രസന്റ് ചെയ്ത സമയം ഒരുപാട് എടുത്തു. അപ്പൊ അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഒരേ ഡിസ്ട്രിക്റ്റിന്റെ 2 റെപ്രസെന്റേറ്റീവ്സിന് ടീം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓൾ കേരള ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഉള്ള എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡാൻസിന്റേതാണ്. മോഹിനിയാട്ടം ഈസ് ഓവർ, ഭരതനാട്യം ഈസ് ഓവർ. കുച്ചിപ്പുടി തുടങ്ങാൻ പോവുകയാണ്. ഏതാണ്ട് ആവറേജ് ഒരു 7 തൊട്ട് 10 വരെയുണ്ട്. സ്കിറ്റ്, താഴത്തെ ഫ്ലോറിൽ പാട്ടുകള്, മറ്റു കാര്യങ്ങള്, പിന്നെ 1 ആക്ട് പ്ലേസ്. അതിന് ഏറ്റവും താഴത്ത് വരകള്, എഴുത്തുകള്, പ്രസംഗ പാഠകങ്ങള്, പാട്ടുകള്, അങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ ഒരു കലോത്സവമാണ്. പ്യൂർലി ചേഞ്ച് ആണ് വേണ്ടത്. ഞങ്ങളും ഈ 4 രൂപയിൽ നിന്നും സൈക്യാട്രിസ്റ്റ് രോഗികളെ ഇങ്ങനെ മനോരോഗികളെ മാത്രം അടുത്ത് ഇരുന്ന് കാണുന്നേക്കായും കുറച്ചുകൂടി മനസ്സിൽ ചേഞ്ച് വേണം. അവർ ട്രെയിൻ ഓൾസോ ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ പിന്നെ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യപ്പെടും നിർമ്മിക്കാറാണല്ലേ. തീർച്ചയായിട്ടും അതിന്റെ ഒരു പരിശീലനങ്ങളായാലും അതിന്റെ ഒരുക്കങ്ങളായാലും എല്ലാം ഇതുപോലെ തന്നെ ഇപ്പൊ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഇത്രയധികം ആളുകളെ ഓർഗനൈസ് ചെയ്യാന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ IMA അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങള് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് കഴിയുമ്പോൾ തന്നെ അടുത്തൊരു വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും എന്നുള്ളതാണ്. IMA-യുടെ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് അങ്ങേക്കുള്ളത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ചുമതലകളിൽ ഇവരുടെ കൊച്ചിൻ, കോട്ടയം ആൻഡ് ഇടുക്കി ഇവരിലെ എല്ലാത്തിലും ഓരോ ഡിസ്ട്രിക്ട്സിലും വെച്ച് ഇതേമാതിരി കോമ്പറ്റീഷൻ നടത്തി. അതില് ജയിച്ചവരെല്ലാം 1ഉം 2ഉം ഗ്രേഡ് കിട്ടിയവരെ സൗകര്യമായിട്ട് നമ്മളിപ്പോ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവരും ഇന്നലെ വന്നുകൊണ്ട് ഇനി കുറച്ച് പേര് ഇന്ന് വരുന്നവരുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. എഴുത്തുകള്, ചെറുകഥകള്, മറ്റേ ഇതൊക്കെ കവിതകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഓൾറെഡി അയച്ചു കൊടുക്കുന്നതാണ്. എല്ലാം കൂടി 2 ദിവസം ക്ലബ് ചെയ്ത് ഒരുമിച്ചാക്കാൻ പറ്റില്ല. എനിവേസ് റിയൽ ചേഞ്ച് ഫോർ us. പിന്നെ തൃശ്ശൂരിൽ ഈ പ്രാവശ്യം എല്ലാത്തിനും കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് തൃശ്ശൂർ അല്ലേ. തീർച്ചയായിട്ടും എല്ലാവരും വി ആർ മോർ ഇൻട്രസ്റ്റഡ് ടു കം തൃശ്ശൂർ. നല്ല അതിന്റെ മര്യാദകളെല്ലാം പാലിച്ച് വളരെ നന്നായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ പ്രസിഡന്റും ബാക്കി സെക്രട്ടറിയും ഡോക്ടർ എല്ലാവരും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു കുറെ മാസങ്ങളായിട്ട്. മൊറോവർ ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുന്ന വ്യക്തി ഇവിടുന്നാണ് ഡോക്ടർ ഗോപികുമാർ. വൈസ് പ്രസിഡന്റ് 7 നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ഇതില് ഡോക്ടർ ഗോപികുമാർ. അങ്ങനെ തൃശ്ശൂർ ഇങ്ങനെ കയറ്റിക്കൊണ്ട് അതല്ലെങ്കിൽ തന്നെ എല്ലാ കോമ്പറ്റീറ്റീവും തൃശ്ശൂറും കാലിക്കറ്റ്, കണ്ണൂരൊക്കെ ഭയങ്കരമാണ്. ഇപ്പൊ ദിസ് ടൈം എറണാകുളം, ഇടുക്കി ഉണ്ട്. ഓക്കെ, ബട്ട് there are talented people like in all over Kerala. There are talented people. എന്തായാലും IMA എന്നുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പേരുകൾ പലപ്പോഴും ഡോക്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് വേണ്ടി സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് പലരും കേട്ടിട്ടുള്ളൂ. പക്ഷെ ഡോക്ടേഴ്സിനുള്ളിലെ കലാഹൃദയങ്ങളെ അടുത്തറിഞ്ഞ് അവരുടെ ആ മനുഷ്യ ഹൃദയത്തെ മരവിച്ച് പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്ന കലോത്സവങ്ങളാണ് തുടർച്ചയായിട്ട് 20 വർഷങ്ങളായിട്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഡോക്ടർ സുദർശനാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇനി കലാപ്രതിഭകളോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവർക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭരതനാട്യം ഉണ്ട്. 8 പേര് കോമ്പറ്റൻസ് ഉണ്ടായിരുന്നു. മോഹിനിയാട്ടത്തിന് 9 പേരുണ്ടായിരുന്നു. അപ്പൊ 8 പേര് കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ റിസൾട്ട് ഡിക്ലെയർ. കാരണം ഈ ഭരതനാട്യത്തിലുള്ളവർ തന്നെ മോഹിനിയാട്ടത്തിലുണ്ട്. നാച്ചുറലി റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവരുടെ ആ പൂസം ഈഗോ ചെറിയൊരു ഇത് വരില്ലേ. അതുകൊണ്ട് ഇത് 2ഉം കഴിഞ്ഞിട്ട് മാത്രമേ ഡിക്ലെയർ ചെയ്യാറുള്ളൂ. Now they are going to declare that. We are enjoying. That's it.
തീർച്ചയായിട്ടും. അപ്പൊ അത് ഒരു കുട്ടിത്തം മനസ്സിലുണ്ടാവും എപ്പോഴും. കലാഹൃദയങ്ങൾ അങ്ങനെയാണ്, ഒരു കുട്ടിത്തം സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പൊ അതൊരു സമ്മാനം ലഭിക്കേണ്ടത് ആ ഒരു വാശിയോട് കൂടി തന്നെയാണ് മത്സരങ്ങള്. അത് നമ്മുടെ സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു ഉയർന്ന ഡിഗ്നിറ്റി. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചില്ലുകൂടെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ ആളുകൾ എന്നുള്ളതല്ല, എല്ലാവരുടെ മനസ്സിലും കലാഹൃദയങ്ങളും കുട്ടിത്തങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിജയോർ ഓണവില്ലിന് റേഡിയോ പാർട്ണറാകാൻ സാധിച്ചതിലെ ഹലോ റേഡിയോയുടെ സന്തോഷം IMA വൈസ് പ്രസിഡന്റിന് മുന്നിൽ അറിയിക്കുകയും ഒപ്പം തൃശ്ശൂരിന്റെ ആതിഥേയത്വം ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യാണ്. ഭാവിയിലേക്കും IMA എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹലോ റേഡിയോയുടെ ഭാവങ്ങൾ ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വിജയികളെ അറിയാനായിട്ട് അല്പസമയം കൂടെയുള്ളൂ. അവരെയും ക്യാമറയ്ക്ക് മുന്നിലേക്കും ശബ്ദവുമായിട്ടും ഞങ്ങൾ എത്തിക്കാം. ഡോക്ടർ സുദർശന്റെ വിലയേറിയ സമയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.